ആലോക് എന്ന വിടലനായ ജേർണലിസ്റ്റ് അവന്റെ വിടലന്മാരായ രണ്ട് കൂട്ടുകാരോടൊപ്പം പ്രേതത്തെ കണ്ടറിയണം തൊട്ടറിയണം എന്ന് പറഞ്ഞ് ഒരു പട്ടിക്കാട്ടിലേക്ക് വരുന്നു. പട്ടിഷോ ഇറക്കാനായി ഒരു സെൽഫി എടുത്തതും അലോകിന്റെ മുന്നിലേക്ക് ചാച്ചാ വസ്തകീന ഹൊയ്യ എന്ന് പറഞ്ഞ് ഒരു കരടി വന്നു. കരടിയെ പേടിച്ച് അവൻ പട്ടിക്കാടിന്റെ ഉള്ളിലെ കുറ്റിക്കാട്ടിലേക്ക് പോകുന്നു. ആ സമയം അവിടെ കാര്യം സാധിക്കാൻ വന്ന താടക എന്ന പെണ്ണ് കരടിയെ തൂക്കിയെറിഞ്ഞ് അവനെ രക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാനായി താടക അവനെ കുറ്റിക്കാടിന്റെ ഉള്ളിലെ ചട്ടിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ചട്ടിയിൽ വിരകിയെടുത്ത മരുന്ന് വെച്ച് കൊടുത്ത് സുഖപ്പെടുത്തുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയതും അവൾ ഒരു ഗോത്രത്തിലെ പെണ്ണാവുമെന്ന് കരുതി അവനൊരു ലൈൻ വലിക്കാൻ നോക്കി. ആരാന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. എന്നാൽ അവളൊരു കുറ്റിക്കാട്ടിലെ യക്ഷിയായിരുന്നു. അവൻ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തുമ്പിയെ കിട്ടിയില്ല, ഒരു മുയലിനെ കിടച്ചാച്ചെന്ന് പറഞ്ഞ് അവൾ കൊണ്ടുവരുന്നു. അങ്ങനെ അതിന്റെ ഇടയിൽ അവനും അവളും തമ്മിൽ ഒരു യക്ഷിയും ഞാനും സോങ്. അങ്ങനെ ഒരു മനുഷ്യൻ കുറ്റിക്കാട്ടിൽ ലാൻഡ് ചെയ്തതറിഞ്ഞ് താടകയുടെ ബാക്കിക്കാർ ചെക്കനെ പിടിക്കുന്നു. എന്നിട്ട് വർഷങ്ങളായി മനുഷ്യന്റെ ചോര കുടിക്കാൻ കുതിച്ചിരുന്ന അവരുടെ തലവന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മനുഷ്യന്റെ ചോര കുടിക്കരുതെന്ന് കുറ്റിക്കാടിന്റെ ഭരണഘടനയിൽ എഴുതിയിരുന്നു. എന്നാൽ തലവൻ അത് ലംഘിച്ച് മനുഷ്യന്റെ ചോരയും നീരും കുടിച്ചിരുന്നു. അങ്ങനെ ചോര കുടിക്കാൻ വന്നതും താടക അവനെ രക്ഷിക്കുന്നു. സജിയേട്ട ഇവിടെ സേഫ് അല്ല എന്നും പറഞ്ഞ് ചട്ടിക്കാടും കുറ്റിക്കാടും കടന്ന് പട്ടിക്കാടും കടന്ന് അവന്റെ വീട്ടിലേക്ക് പോയി. കുറെ മനുഷ്യന്മാരെ കണ്ടപ്പോൾ അവരുടെയൊക്കെ ചോര ഉറ്റി കുടിക്കാൻ നീലി ഫ്രം ഈശോയ്ക്ക് കൊതി തോന്നി. അവരുടെ ഭക്ഷണം കൊടുത്തപ്പോൾ അവൾക്ക് അതൊന്നും പറ്റിയില്ല. മോന്തയ്ക്കൊരെണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കടാ. അങ്ങനെ കുറ്റിക്കാട്ടിലെ കാട്ടുകോഴിയെ തിന്നാൻ പൂതി തോന്നി അവളെ കാട്ടുകോഴിയായ ചെക്കൻ നാട്ടിലെ പാർട്ടിക്ക് കൊണ്ടുപോകുന്നു. ഒരു ഗ്ലാസ്സിൽ ചുവപ്പ് കളർ വെള്ളം കണ്ട് അത് ചോരയാവുമെന്ന് കരുതി ആ പെണ്ണ് അതെടുത്ത് കമത്തുന്നു. സാരിയെടുത്ത് കുലസ്ത്രീയായ ക്ലബിലേക്ക് വന്ന് അവൾ മറ്റു വിടലന്മാരോടൊപ്പം ഒരു ഐറ്റം ഡാൻസ് കളിച്ചു. അങ്ങനെ രാത്രി താടകയുടെ ഡാൻസ് കണ്ട് ക്രഷ് അടിച്ചവർ എനിക്ക് താടക ഉയർ നീ വെറും മൈ എന്ന് പറഞ്ഞ് പട്ടിയെ പോലെ കിടന്ന് അടിയുണ്ടാക്കി. ആ സമയം ഞാൻ മഞ്ജുവിന്റെ പെണ്ണായെന്ന് പറഞ്ഞ് പറന്നു വന്ന് വിടലന്മാരൊക്കെ അടിച്ച് ഓടിക്കുന്നു. അങ്ങനെ അവളെ പിടിക്കാൻ പോലീസ് വന്നപ്പോൾ അയാളും യക്ഷിയാണത്രേ. അവളുടെ നിർബന്ധം കാരണം കുറ്റിക്കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാൻ അവൾ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴേക്കും ചെക്കൻ അവളോട് ദിവ്യപ്രേമമായിരുന്നു. പട്ടിയെപ്പോലെ കിടന്ന് മൂങ്ങി അവളുടെ ബസ്സിനെ ചേസ് ചെയ്തു പോയി. കുഞ്ഞുണ്ടോനെ എന്നെ കൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു മെഴുകി. അപ്പോഴേക്കും കാർ ആക്സിഡന്റ് ആയി ചാണകക്കുഴിയിലേക്ക് പോയിരുന്നു. ആക്സിഡന്റിൽ ചാണകം കുടിച്ച് ചെക്കൻ സെത്തുപോയി. ചെരിഞ്ഞ കൊമ്പൻ എന്തിനാ ഷാജിയേട്ടാ നെറ്റിപ്പട്ടമെന്ന് പറഞ്ഞ് അവന്റെ ചോര അവൾ കുടിച്ചു. അങ്ങനെ അവന്റെ ചോര കുടിച്ചതും ചെക്കനും യക്ഷിയായി മാറി. കൊള്ളാലോ കളി. അങ്ങനെ രണ്ടും കൂടി കുറ്റിക്കാട് വിട്ട് നാട്ടിൽ സ്ഥിരതാമസമാക്കി. സ്പൈഡർമാന്റെ 101 വിദ്യകൾ വായിച്ച താടക അവന് യക്ഷി ട്രെയിനിങ് കൊടുത്തു. അതിന്റെ ഇടയിൽ വീണ്ടും ഒരു ഐറ്റം ഡാൻസ് കളിക്കാൻ വന്ന എല്ലാവരും യക്ഷികൾ. അങ്ങനെ അവൾ മനുഷ്യരക്തം കുടിച്ചു എന്നത് കുറ്റിക്കാട്ടിലെ സെൻസർ വഴി അവിടുത്തെ യക്ഷികൾ മനസ്സിലാക്കി. കുറ്റിക്കാടൻ ഭരണഘടന ലംഘിച്ചതിന്റെ പേരിലാണ് അവളെ പിടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് തലവന്റെ അടുത്താണ് കൊണ്ടുപോയിടുന്നത്. എന്നാൽ ചെക്കൻ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അവളെ രക്ഷിക്കാനായി തലവനുമായി ചന്തപ്പിള്ളരെ പോലെ അടിയുണ്ടാക്കി അതിൽ ജയിക്കുന്നു. എന്നിട്ട് അവളെ മോചിപ്പിച്ച് ശ്വാസം കൊടുക്കുന്നു. പാവം. അങ്ങനെ എവിടുന്നോ കയറുമെന്ന് തൊരപ്പനെ അവിടുത്തെ പുതിയ മഹാരാജാവെ മാറ്റുന്നു. ലാസ്റ്റ് വീണ്ടും ഒരു ഐറ്റം സോങ്.